നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു പക്ഷിയാണല്ലോ മയിൽ. മയിലിനെ കുറിച്ച് അധികം ഇൻട്രഡക്ഷൻ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിലുള്ള മയിലിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യൻ പീഫൗൾ അല്ലെങ്കിൽ പീകോക്ക് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. ഇത് കൂടാതെ ലോകത്ത് വേറെ 2 മയിലുകളുമുണ്ട്. അതിലൊന്ന് ഗ്രീൻ പീഫൗൾ എന്ന് പറഞ്ഞ ഒരു മയിലാണ്. ഇത് കാണുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് ഈ ഗ്രീൻ പീഫൗളിനെ കാണുന്നത്. അതായത് തായ്ലൻഡ്, വിയറ്റ്നാം, മ്യാൻമാർ, മലേഷ്യ എന്ന് പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഈ ഗ്രീൻ പീഫൗളിനെ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് ഏകദേശം അതേ സൈസൊക്കെ വലിപ്പം വെക്കും. പക്ഷേ അതിന് കഴുത്തിന് നീളക്കൂടുതലാണ്, വാലിന് നീളക്കൂടുതലാണ്. പക്ഷേ എമറൽഡ് ഗ്രീൻ ആണ്, മെറ്റാലിക് എമറൽഡ് ഗ്രീൻ ആണ് ഇതിൻ്റെ കളറ്. അതിൻ്റെ കഴുത്തിനൊക്കെ നല്ല തിളങ്ങുന്ന പച്ച നിറമാണുള്ളത്. അപ്പോൾ അതിൻ്റെ ചില സമയത്തൊക്കെ ഈ ശൽക്കങ്ങളല്ല സ്കെയിൽ പോലുള്ള പാറ്റേൺസ് ഒക്കെ അതിൻ്റെ കഴുത്തിലും ദേഹത്തും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഗ്രീൻ പീഫൗളിനെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ തലയുടെ മേളിലായിട്ടുള്ള ഒരു ശിഖ, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നേരെ പോയിന്റഡ് ആയിട്ട് മുകളിലോട്ട് നീക്കുന്ന നല്ല നീളമുള്ളൊരു ശിഖയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഗ്രീൻ പീഫൗൾ. ഈ ഗ്രീൻ പീഫൗളിനെ ഇന്ത്യയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് മണിപ്പൂരിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് അതിൻ്റെ റെക്കോർഡുകളൊന്നുമില്ല. പല ആൾക്കാരും കണ്ടെന്ന് പല പ്രാവശ്യം പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഫോട്ടോഗ്രാഫിക് റെക്കോർഡ് അല്ലാത്ത പബ്ലിഷ് റെക്കോർഡായിട്ട് വേറെ ഒന്നും ഇല്ല. പണ്ട് കാലത്ത് മണിപ്പൂരിൽ നിന്നുള്ള റെക്കോർഡ് മാത്രമാണ് ഇതുവരെ ഉള്ളത്. അടുത്തത് കോങ്കോ പീകോക്ക്. ഇത് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലാണ് കാണപ്പെടുന്നത്. അത് പ്രത്യേകിച്ച് അവിടെ ഒരു കോങ്കോ നദിയുടെ ബേസിനിലും അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ കോങ്കോ പീകോക്കിനെ കാണുന്നത്. അതിനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നല്ല നീല കളർ അതിന് ദേഹത്ത് കൂടുതലുണ്ട്. അതുപോലെ കഴുത്തിനൊക്കെ നല്ല ബ്രൗൺ കളറും തലയിലൊക്കെ വെളുത്ത ശിഖയും ഒക്കെ ഉണ്ട്. വാല് നീളമുള്ള വാലില്ല. ഇതാണ് കോങ്കോ പീകോക്ക്. ഇത് അത്യപൂർവമായിട്ടുള്ളൊരു പീകോക്കാണ്. നമ്മുടെ നാട്ടിലുള്ള പീകോക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യ കാണുന്ന ഈ ഗ്രീൻ പീകോക്കുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴത്തേക്കിന് അതിന് കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പീകോക്കും ഗ്രീൻ പീകോക്കും ഒക്കെ പാവോ എന്ന് പറഞ്ഞൊരു ജനുസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഈ കോങ്കോ പീകോക്ക് ആഫ്രോ പാവോ എന്ന് പറഞ്ഞ ഒരു ജനുസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ 3 സ്പീഷീസ് പീകോക്കുകളാണ് ലോകത്തുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന പീകോക്കിലോട്ട് തിരിച്ചു വരാം. നമുക്കറിയാമല്ലോ, നമ്മുടെ ദേശീയ പക്ഷി കൂടിയായ ഈ മയില് ഉൾപ്പെടുന്നത് കോഴികൾ, ടർക്കികൾ, കാടകൾ, ഫെസൻസ് എന്ന് പറയുന്ന പക്ഷികളൊക്കെ ഉൾപ്പെടുന്ന ഫാസിയാനിഡേ എന്ന് പറഞ്ഞൊരു ഫാമിലിയിലാണ് മയിൽ ഉൾപ്പെടുന്നത്. ഇത് നേറ്റീവായിട്ട് കാണുന്നത് ഇന്ത്യ, ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, പിന്നെ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലാണ് നേറ്റീവായിട്ട് ഈ പീകോക്കിനെ കാണുന്നത്. ഇതുകൂടാതെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 40-50 രാജ്യങ്ങൾ ഈ പീകോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ പീകോക്കൊക്കെ അവിടെ റോഡിൽ കൂടെ അവിടെയുള്ള പാർക്കുകളിലൂടെ ഒക്കെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ കേരളത്തിൽ മയിൽ വളരെ അത്യപൂർവമായിട്ടായിരുന്നു. ഇപ്പം കേരളത്തിന് ഒരുവിധപ്പെട്ട എല്ലായിടത്തും നമുക്ക് മയിലിനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വളരെ സാധാരണമായിട്ട് നമുക്ക് മയിലുകളെ കാണാനായിട്ട് സാധിക്കും. ഇനിയും ഈ മയിലിൻ്റെ ഇംഗ്ലീഷ് പേരായ പീഫൗൾ, പീകോക്ക് എന്ന ടേംസ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യൻ പീഫൗൾ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. പീകോക്ക് എന്ന് നമ്മൾ ആൺമയിലുകളെയാണ് വിളിക്കുന്നത്. അതേസമയം ആണിനെയും പെണ്ണിനെയും ഒക്കെ പീകോക്ക് എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പെൺമയിലുകളെയാണ് പീഹൻ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. മയിലിനെ കണ്ട എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ആൺമയിലുകൾക്ക് കഴുത്തിന് നല്ല നീല നിറമാണ്. അതിൻ്റെ കഴുത്തിന് മുകളിൽ, തലയ്ക്ക് മുകളിൽ നല്ല ശിഖ നല്ല പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ണിന് ചുറ്റും വെളുത്ത വളയങ്ങളുണ്ട്. പല നിറത്തിലുള്ള കളറുകളൊക്കെ ഉൾപ്പെടുന്ന തൂവലാണ് അതിൻ്റെ ദേഹത്തൊക്കെ ഉള്ളത്. അത് നോൺ ബ്രീഡിങ്ങിലുള്ള കളറാണ്. അതേസമയം ബ്രീഡിംഗ് സമയത്ത് അതിന് നല്ല നീളമുള്ള തൂവലുകൾ അതിന് ഉണ്ട്. അതേസമയം പീഹന്, ഫീമെയിലിന് ബ്രൗൺ കളറാണ് ദേഹം മുഴുവൻ. അതോടൊപ്പം തന്നെ അതിൻ്റെ കഴുത്തിലെ നിറം നല്ല പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരേ സമയം ഒരു നോൺ ബ്രീഡിങ്ങിലുള്ള ആൺമയിലും പെൺമയിലും ഒരുമിച്ച് നിന്നാൽ രണ്ടിനെ തിരിച്ചറിയാൻ എളുപ്പത്തിൽ അതിൻ്റെ കഴുത്ത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിനെ തിരിച്ചറിയാനായിട്ട് പറ്റും. ബ്രീഡിംഗ് സമയത്തിന് മുൻപായിട്ടാണ് ആൺമയിലുകൾക്ക് നല്ല നീളമുള്ള വാലിൽ തൂവലുകൾ വരുന്നത്. ഇത് നമുക്കറിയാമല്ലോ, ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീളമുള്ള തൂവലുകൾ അവർ ഉപയോഗിക്കുന്നത്. ഈ നീളമുള്ള വലിയ തൂവലുകളെ ട്രെയിൻ എന്നാണ് പറയുന്നത്. മയിൽപ്പീലി നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ചിലരൊക്കെ കയ്യിലൊക്കെ എടുത്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കും, നിലത്തൊക്കെ വീണ് കിടക്കുന്നതൊക്കെ. സാധാരണ ഇങ്ങനെ 150 മുതൽ 200 വരെയുള്ള മയിൽപ്പീലികൾ കൂടിയതാണ് ഈ ഒരു ട്രെയിൻ എന്ന് പറയുന്നത്. മയിൽപ്പീലിയുടെ അറ്റത്തുള്ള കണ്ണുപോലുള്ള ഐസ് സ്പോട്ടുകളെ ഇംഗ്ലീഷിൽ ഓസിലായി എന്നാണ് പറയുന്നത്. അങ്ങനെ 150 മുതൽ 200 വരെയുള്ള കണ്ണുകളാണ് സാധാരണ ഒരു ആൺ പീകോക്കിന് ഉള്ളത്. പെൺമയിലുകളൊക്കെ ഈ
കണ്ണിൻ്റെ ഈ ഓസിലയൊക്കെ നോക്കിയിട്ടാണ് എത്രണ്ണം ഉണ്ടെന്നും അതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിയിട്ടാണ് ആൺമയിലുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റി പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഞാൻ കുറേ പ്രാവശ്യം ഇതിൻ്റെ ബ്രീഡിങ്ങിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പല പ്രാവശ്യം കാട്ടിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നോർത്തിലെ കാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്നും സമ്മർ സമയങ്ങളിൽ എന്നും രാവിലെ പോകുമ്പോൾ കാട്ടിൽ പോകുന്ന ഇപ്പം കാണാൻ പറ്റും. ഇവർ ഈ ആൺമയിലുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ സാധാരണ ചെറിയൊരു ടെറിട്ടറി പോലൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ നിൽക്കും. രാവിലെ വെട്ടം വരുമ്പോൾ സൂര്യപ്രകാശം വരുന്നിടം മുതൽ വൈകുന്നേരം വരെ അവരൊരു സ്ഥലത്ത് തന്നെ കാണും. എന്നിട്ട് ഒച്ചത്തിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തുനിന്ന് വരെയൊക്കെ നമുക്ക് ഈ മയിലിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് കുറേയേറെ ഫിമെയിൽസൊക്കെ അടുത്തോട്ടൊക്കെ വരുന്നത് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ചില സമയത്തൊക്കെ ഇവർ ചെറിയ വാട്ടർ ഹോൾ വെള്ളക്കെട്ടൊക്കെ ഉള്ളതിൻ്റെയൊക്കെ അടുത്ത് നിന്നിട്ടായിരിക്കും ഇവർ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായിരിക്കും അവരുടെ ടെറിട്ടറി. അപ്പോൾ എന്തായാലും ഫിമെയിൽസൊക്കെ വെള്ളം കുടിക്കാൻ വരുമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും അവരവിടെ നിന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫിമെയിൽസ് എല്ലാം ഒത്തിരി വരുന്ന സമയത്ത് ആ സമയത്താണ് പെട്ടെന്ന് ആൺ മയിൽ ഇങ്ങനെ പീലി വിരിച്ച് ആടാൻ തുടങ്ങുന്നത്. ഈ പീലി വിരിച്ച് ഡാൻസ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഈ പീലികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് വിറപ്പിക്കുമ്പോൾ നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. എന്നിട്ട് അതുപോലെ തന്നെ ഇവർ പെട്ടെന്ന് തിരിഞ്ഞ് നിന്നിട്ട് അവരുടെ ബാക്ക് വശത്ത് നല്ല ഓറഞ്ച് കളറിലുള്ള അല്ലെ മഞ്ഞ കളറിലുള്ള കുറേ ഫെതേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ഫിമെയിലിനെ ഇങ്ങനെ നന്നായിട്ട് കാണിച്ചു, അതൊക്കെ വിറപ്പിച്ചിട്ടും ഒക്കെ കുറേ നേരം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഫിമെയിൽ ഇംപ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ മീറ്റിംഗ് നടക്കുകയുള്ളൂ. പല പ്രാവശ്യം ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഫിമെയിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ മെയിലിനെ ഇങ്ങനെ നോക്കിയിരിക്കും. കൊള്ളാം, പക്ഷേ ഡാൻസ് അത്ര പോരാ എന്നൊക്കെ തോന്നിയിട്ട് ആ ഫിമെയിലുകളെല്ലാം ദൂരോട്ട് അങ്ങ് നടന്നു പോകുന്നതാണ് കാണാറുള്ളത്. അപ്പം നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെയിൽ ഇതിൻ്റെ പുറകെ പോകാറില്ല, അവിടെ നിന്ന് തന്നെ ഡിസ്പ്ലേ ചെയ്യാറേ ഉള്ളൂ. പിന്നെ അടുത്ത ഫിമെയിൽ വരുന്നവരെ നോക്കി നിൽക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഫിമെയിലാണ് ഇതിൻ്റെ അകത്ത് മെയിലിനെ ചൂസ് ചെയ്യുന്നത്. ഈ മെയിൽ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഫിമെയിൽ നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 150 മുതൽ 200 ഈ ഐസ് പോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഐസ് പോട്ടുകളൊക്കെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറാണോ, അത് സിമെട്രിക്കലാണോ എന്നെല്ലാം നോക്കിയിട്ടാണ് ഈ മെയിലിനെ ചൂസ് ചെയ്യുന്നത്. അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ ഈ ഫിമെയിലൊന്നും ഇതിനെ ചൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവരിങ്ങനെ നോക്കുന്ന ഒറ്റനോട്ടത്തിൽ തന്നെ ഇവർക്ക് മനസ്സിലാകും ഈ മെയിലിൽ അത്ര പെർഫെക്റ്റ് ഉള്ളതാണോ എന്നൊക്കെ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ സമ്മർ ടൈമിൽ കാട്ടിൽ പോകുന്ന സമയത്തൊക്കെ കുറേ പ്രാവശ്യം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും വൈൽഡ് വെച്ച് ഈ മയിലുകൾ തമ്മിൽ മേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. മേറ്റിംഗ് അറ്റംപ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ല പ്രോപ്പറായിട്ടുള്ള മേറ്റിംഗ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ അതേസമയം എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടൊക്കെ ആയിരിക്കും ഒരുപക്ഷെ കാണുന്നത്. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇതിനെക്കുറിച്ച് കാണുകയും ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പൊതുവേ ഉള്ളൊരു കേട്ടുകേൾവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയിൽ നൃത്തം ചെയ്ത് കഴിഞ്ഞാൽ മഴ പെയ്യുന്നുള്ളൊരു പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ മയിലുകളുടെയൊക്കെ ബ്രീഡിംഗ് ടൈം എന്ന് പറയുന്നത് സമ്മർ ടൈമാണ്. നല്ല ചൂടുള്ള ഈ മാർച്ച് മാസം മുതൽ, സാധാരണ നോർത്ത് ഇന്ത്യയിലൊക്കെ മാർച്ച് മാസം മുതൽ ഇങ്ങനെ കാണാൻ പറ്റും. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസം. പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള കാടുകളിലും ഇച്ചിരി തിക്കായിട്ടുള്ള ഫോറസ്റ്റിലൊക്കെ ഉള്ള കാടുകളിലൊക്കെ ചില സമയത്തൊക്കെ ഫെബ്രുവരി ഓൺവേർഡ്സ് നമുക്കിത് കാണാൻ പറ്റും. അപ്പം ഈ സമ്മർ മാസങ്ങളിൽ ഇവർ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ മൺസൂൺ മഴ തുടങ്ങുമല്ലോ ജൂൺ മാസം, അല്ലെങ്കിൽ മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ മാസത്തിൽ ആദ്യം മൺസൂൺ മഴ തുടങ്ങുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ മയിൽ നൃത്തം ചെയ്ത് കഴിഞ്ഞാൽ മഴ വരുമെന്നൊക്കെ ഈ കേട്ടുകേൾവി നമ്മൾ കേൾക്കാറുള്ളത്. അതുപോലെ ഇവർ ഈ ബ്രീഡിങ് കഴിഞ്ഞാൽ, സമ്മർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയ്ക്ക് മുമ്പ് തന്നെ, അല്ലെ മഴ തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ആൺമയിലുകളൊക്കെ ഇവരുടെ ഈ തൂവലുകളൊക്കെ പൊഴിച്ചു കളയാറുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവരുടെ വാലിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഈ തൂവലുകളുടെ നീളം ഏകദേശം ഒരു 1.5 മുതൽ 2 മീറ്റർ വരെ നീളമൊക്കെ നല്ല വലിപ്പമുള്ള തൂവലുകളാണ് ഇവർക്കുള്ളത്. അപ്പം മഴ പെയ്യുന്ന സമയത്ത്, ഹെവി മൺസൂൺ സമയത്തൊക്കെ ഈ തൂവലുകളൊക്കെ വെള്ളം വീണ് നനഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എളുപ്പത്തിൽ പറന്ന് പോകാനായിട്ട് പറ്റത്തില്ല. ഈ മയിലിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറക്കാൻ പറ്റുന്ന പക്ഷികളാണ്. അപ്പം പക്ഷേ ഈ മഴയത്തൊക്കെ തൂവലുകൾ കുതിർന്നു കഴിഞ്ഞാൽ ഇവർക്ക് പറക്കാൻ പറ്റില്ല. ആ സമയത്തൊക്കെയാണ് ചിലപ്പോഴൊക്കെ കുറുനരികളും മറ്റ് പുലിക്കും ഒക്കെ ഇതിനെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവർ ഈ വാലുകളൊക്കെ പൊഴിച്ചു കളയുന്നത്. അപ്പോൾ ഇങ്ങനെ പൊഴിച്ചു കളഞ്ഞിട്ടുള്ള ആൺമയിലുകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കഴുത്തിൻ്റെ നിറം മാത്രം നോക്കിയാൽ മതി. കഴുത്തിൽ നല്ല തിളങ്ങുന്ന നീല കളർ ഉണ്ടെങ്കിൽ അത് ആൺമയിലും, അതേസമയം നല്ല ഗ്രീനിഷ് കളർ, എമറൽഡ് ഗ്രീൻ കളർ ആണെങ്കിൽ അത് പെൺമയിലും ആയിരിക്കും. നമുക്ക് വേറൊരു കാര്യം നമുക്ക് സംശയം തോന്നുന്നു, എന്തുകൊണ്ടാണ് ഈ പെൺമയിലുകൾ സാധാരണ ഈ തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നത്? അത്ര നല്ല ആൺമയിലുകളെ പോലെ നല്ല കളർഫുൾ അല്ല ഈ പെൺമയിലുകളൊന്നും. അതിനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺമയിലുകളൊക്കെ നിലത്താണ് മുട്ടയിട്ട് അവർ കുഞ്ഞുങ്ങളെ അടയിരിക്കാനായിട്ട് നിലത്താണ് മുട്ടയിടുന്നത്. പ്രത്യേകിച്ച് നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റുകളോ അല്ലെങ്കിൽ നല്ല പുൽമേടുകളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ടൊക്കെ ഇവർ മുട്ടയിട്ട് ഇരിക്കാറുണ്ട്. അപ്പം എളുപ്പത്തിൽ ഇവരുടെ പ്രിഡേറ്റേഴ്സായിട്ടുള്ള ചിലപ്പം വലിയ പരുന്തുകളോ അല്ല മറ്റു പ്രിഡേറ്റേഴ്സിനൊന്നും എളുപ്പത്തിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കരിയിലൊക്കെ ആയിട്ട് നല്ല കാമഫ്ലാജ് രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ ബ്രൗൺ കളർ ഉള്ളത്. അപ്പം എളുപ്പത്തിൽ ഇവർക്ക് കാമഫ്ലാജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൗൺ കളറും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൗൺ കളർ ഉള്ളത്. ഇവർ സാധാരണയായിട്ട് മുട്ടയിടുന്ന ഒരു 3 മുതൽ 8 മുട്ടകൾ ഇടും. ഏകദേശം ഒരു 28 മുതൽ 30 ദിവസം വരെയാണ് ഇവർ അടയിരിക്കുന്നത്. അടയിരുന്ന് കുഞ്ഞുങ്ങൾ സാധാരണ വിരിഞ്ഞിറങ്ങുന്ന സമയത്താണ് നമ്മുടെ മൺസൂൺ മഴ തുടങ്ങുന്നത്. നമുക്കറിയാലോ, സമ്മർ ടൈം ഏപ്രിൽ, മെയ്,
ജൂൺ മാസങ്ങളിലൊക്കെയാണ് ഇവർ മുട്ടയൊക്കെ ഇടുന്നത്, ഇവരുടെ ബ്രീഡിംഗ് ടൈമൊക്കെ. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് നല്ല മഴയൊക്കെ പെയ്തിട്ട് ഇഷ്ടംപോലെ കീടങ്ങളും പ്രാണികളും ജീവികളും ചെറിയ ചെറിയ വണ്ടുകളും ഒക്കെ ഇഷ്ടംപോലെ കാണും. അപ്പോൾ അതൊക്കെ തിന്ന് കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടൂടെ ഒരു അഡാപ്റ്റേഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് ഈ ബ്രൗൺ കളർ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഈ മയിലുകളെ കാണപ്പെടുന്നത് സാധാരണ വരണ്ട പ്രദേശങ്ങളിലാണ്. അവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കാടുകൾ എന്ന് പറയുന്നത് നല്ല ഓപ്പൺ ആയിട്ടുള്ള വരണ്ട കാടുകളാണ് അവർക്ക് ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ ചെറിയ ഗ്രാസ് ലാൻഡുകൾ കാണാറുണ്ട്, പാറക്കെട്ടുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ കാണാറുണ്ട്. അതേസമയം നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റുകൾ, നമ്മുടെ കേരളത്തിലാണ് എവർഗ്രീൻ ഫോറസ്റ്റ് ആയാലും സൈലന്റ് വാലിയിലോ അല്ലെങ്കിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്തുള്ള കാടുകളിലോ ഒന്നും നമുക്ക് ഈ മയിലുകളെ കാണാനായിട്ട് സാധിക്കില്ല. അവരങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രിഫർ ചെയ്യാറില്ല. പക്ഷേ അതേസമയം ഇപ്പോൾ കേരളത്തിലെ പല കാടുകളിലും, ഇപ്പോൾ എവർഗ്രീൻ പോലുള്ള കാടുകളിലും വരെ ഇപ്പോൾ മയിലുകളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, UP, ബീഹാർ, ഗുജറാത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ സാധാരണയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പക്ഷിയാണ് മയിൽ. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിൽ വളരെ സാധാരണമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാധാരണ ഇവർ പലതരത്തിലുള്ള ധാന്യങ്ങൾ ഭക്ഷിക്കാറുണ്ട്, പിന്നെ വിത്തുകൾ കഴിക്കാറുണ്ട്, പ്രാണികളെ പിടിച്ച് കഴിക്കാറുണ്ട്, പലതരത്തിലുള്ള ഇഴജന്തുക്കളെ പിടിച്ച് കഴിക്കാറുണ്ട്, തവളകളെ പിടിച്ച് കഴിക്കാറുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഇവർ കുറേയേറെ പാമ്പുകളെ തിന്നാറുണ്ട്. പ്രത്യേകിച്ച് ചെറിയ വലുപ്പമുള്ള ചെറിയ ചെറിയ പാമ്പുകളുണ്ടെങ്കിൽ ഈ മയിലുകൾ ഉറപ്പായിട്ടും ചെന്ന് അതിനെ കൊന്ന് തിന്നുന്ന പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ മയിലുകൾ അധികമുള്ള സ്ഥലങ്ങളിലൊന്നും പാമ്പുകളുടെ എണ്ണം കാണാറില്ല. അത് ഒരു പ്രശ്നം കൂടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒന്ന് ഓർത്ത് നോക്കി, നമ്മുടെ കേരളത്തിലുള്ള പല പശ്ചിമഘട്ടത്തിലുള്ള പല കാടുകളും എവർഗ്രീൻ ഫോറസ്റ്റും അല്ലെങ്കിൽ മോസ്റ്റ് ഡെസീഡിയസ് ആയിട്ടുള്ള പല ഫോറസ്റ്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ മയിലുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ മാത്രമായിട്ടുള്ള എൻഡമിക് ആയിട്ടുള്ള പല തരത്തിലുള്ള അരണകൾ, പല്ലികൾ, തവളകൾ അങ്ങനെയുള്ള പല ജീവികളെയൊക്കെ ഇത് പിടിച്ചു നിന്നിട്ട് അതിൻ്റെ വംശം തന്നെ ഇല്ലാതാക്കാനായിട്ട് മയിലുകൾ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ കർഷകർ ഇവരെ കൊണ്ട് കുറേയേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ അവർ നിലം ഉഴുതിട്ട് ഇവർ നെല്ലൊക്കെ വിതച്ച് കഴിയുമ്പോഴത്തേക്കിന് ഇത് ആകുന്നതിന് മുന്നേ തന്നെ ഈ മയിലുകളെല്ലാം വന്ന് ഇത് കൂട്ടത്തോടെ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെടിയായി വന്നു കഴിഞ്ഞാൽ അത് വന്ന് കഴിക്കാറുണ്ട്. എന്തെങ്കിലും ചെറിയ പച്ചക്കറികളോ ചെറുതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വന്ന് ഇവർ സ്ഥിരമായിട്ട് കഴിക്കുന്നതുകൊണ്ട് കർഷകർ ഇവരെ കൊണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ലോകത്തുള്ള പല പക്ഷികളുടെയും നമ്പർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യയിലുള്ള പല പക്ഷികളുടെയും നമ്പർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലതും വളരെ അപൂർവമായിട്ട് മാത്രമാണ് കാണപ്പെടുന്നത്. പക്ഷേ മയിലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മയിലിൻ്റെ നമ്പർ കണ്ടമാനം കൂടുന്നുണ്ട്. ഏകദേശം നമ്മുടെ 100% കൂടുന്നുണ്ടെന്നാണ് എൻ്റെ 1-2 സുഹൃത്തുക്കൾ, ഈ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടിനകത്തൊരു സ്റ്റേബിൾ പോപ്പുലേഷൻ ഉണ്ട്, അത്യാവശ്യം നല്ല മയിലുകളുണ്ട്. അതുപോലെ തന്നെ കാടിന് വെളിയിലോട്ട് വന്നിട്ട് കൃഷിയിടങ്ങളിലൊക്കെ മയിലുകളുടെ എണ്ണം കണ്ടമാനം വർദ്ധിച്ച് അവിടെ അവർ കൂടുകൂട്ടി അവർ സ്ഥിരമായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഹണ്ടിങ് ഒക്കെ നിന്നു ഓൾമോസ്റ്റ്. അതൊക്കെ നിന്നുകൊണ്ട് ഇപ്പം മയിലിൻ്റെ എണ്ണം കണ്ടമാനം കൂടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രിഡേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കുറുനരികൾ ഇതിനെ പിടിക്കാറുണ്ട്, പുലി ഇതിനെ പോയി പിടിക്കാറുണ്ട്, വലിയ പരുന്തുകൾ ഇതിനെ പിടിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ക്രസ്റ്റഡ് ഹോക്കികൾ എന്ന് പറഞ്ഞ പരുന്തുകളൊക്കെ ഈ മയിലിനെ പിടിച്ച് കഴിക്കുന്ന, കടുവ ഇതിനെ പിടിക്കാറുണ്ട്. വലിയ മൂങ്ങകൾ, രാത്രി കാലങ്ങളിലൊക്കെ വലിയ മൂങ്ങകളൊക്കെ ഈ മയിലിനെ പിടിക്കാറുണ്ട്. കേരളത്തിൽ മയിലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സാങ്ച്വറി ഉണ്ട്, ചൂലന്നൂർ പീഫോൾ സാങ്ച്വറി എന്നാണ് അതിൻ്റെ പേര്. അത് പാലക്കാട് ജില്ലയിലാണുള്ളത്. നമ്മൾ സൂവിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ മയിലിൻ്റെ കൂട്ടത്തിൽ വെള്ള മയിലിനെ നമുക്ക് ചിലപ്പം കാണാൻ പറ്റും. പ്രത്യേകിച്ച് മൈസൂർ സൂവിലൊക്കെ വെള്ള മയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇത് സെയിം സ്പീഷീസ് തന്നെയാണ് അതോ ഒരു വേറെ സ്പീഷീസ് ആണെന്ന്. ഇത് ആക്ച്വലി സെയിം സ്പീഷീസ് തന്നെയാണ്. അവരുടെ ശരീരത്തിലുള്ള പിഗ്മെൻറ്റിൻ്റെ ഒക്കെ അഭാവം കൊണ്ടും മെലനിൻ്റെ ഒക്കെ അഭാവം കൊണ്ട് ഇവർ വെളുത്ത നിറത്തിലാകുന്നതാണ്. അതിന് ലൂസിസം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. ആ വീഡിയോയിൽ ഞാൻ വെള്ളമയിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊക്കെ ഉണ്ട്. ഇനി കാട്ടിൽ മയിലിനെ കാണുക അത്ര വലിയ റെയർ കാര്യമൊന്നുമല്ല. പക്ഷേ എനിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് മധ്യപ്രദേശ് ജോലി ചെയ്യുന്ന സമയത്താണ്. ഏകദേശം ഒരു 10-18 വർഷം മുമ്പായിരുന്നു. അന്നത്തെ കാലത്ത് നല്ല ക്യാമറയൊന്നുമില്ല, ഒരു ഫ്യൂജി ഫിലിമിൻ്റെ ചെറിയൊരു ക്യാമറയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കാട്ടിൽ പോയി. കൻഹയിൽ മുക്കി സോൺ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഒരു വാട്ടർ ഹോൾ ഉണ്ട്, ഒരു ചെറിയൊരു കുളമുണ്ട്. അതിന് ബാബാട്ടിങ്ക എന്ന് നമ്മൾ വിളിക്കുന്നൊരു കുളമാണ് അവിടെ. വൈകുന്നേരം ഞങ്ങളിങ്ങനെ പോയി വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, വണ്ടിയൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേയേറെ മയിലുകളെ കാണുമ്പോൾ കുറേയേറെ പീഹൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു മയിലിങ്ങനെ പീലി വിരിച്ച് നിർത്തി ആടുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സൈറ്റിംഗ് ആയിരുന്നു. ഞങ്ങളതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരെ നിന്ന് കാടിൻ്റെ അകത്തുനിന്ന് ചക്ക് ചക്ക് എന്ന് പറഞ്ഞ് ചെറിയ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോടത്ത് ഏതോ ഒരു മൃഗം നടന്നു വരുന്നുണ്ട്, എന്താ വല്ല കരടിയോ അല്ലെ കാട്ടുപോത്തോ വല്ലതും ആയിരിക്കും നടന്നു വരുന്നതെന്ന് ഓർത്തു. അപ്പോൾ ഇങ്ങനെ പതിയെ ഇങ്ങനെ ടക്ക് ടക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ മയിൽ ഒന്ന് ഓർത്ത് നോക്കിയ ഒരു ചെറിയൊരു കുളത്തിൻ്റെ മേളിൽ ചെറിയൊരു ബണ്ടുണ്ട്. അപ്പോൾ ഈ ബണ്ടിൻ്റെ മേളിൽ പെട്ടെന്ന് ഒരു വലിയ മെയിൽ ടൈഗർ, ഒരു ആൺകടവ് ഇങ്ങനെ മേളിൽ വന്നിരിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു മയിൽ പീലി വിരിച്ച് നിർത്തി ആടുക. അപ്പോൾ ഈ മയിൽ ഇതിനെ കാണുന്നില്ല, കടുവയെ കാണുന്നില്ല. അതേസമയം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കുറേയേറെ പീഹൻസ് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി, കുറേയേറെ പടമൊക്കെ എടുത്തു. അന്നത്തെ കാലത്തെടുത്ത പഴയ ഫോട്ടോയാണ്, വലിയ ഗുണമൊന്നുമില്ല, എങ്കിലും ഞാൻ ആ ഫോട്ടോ തപ്പിയെടുത്തിട്ട് ഞാനിവിടെ ഇടാം. അങ്ങനെ നാഷണൽ ആനിമലെയും നാഷണൽ ബേർഡും ഒരുമിച്ച് ഒരേ ഫ്രെയിമിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു മയിലിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കീപ് വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.